ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 2 കേസുകളിലാണ് മുരാരി ബാബു അറസ്റ്റിലായത്. ഒന്ന്, ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയത്. രണ്ടാമത്തത്, കട്ടിളപ്പടിയെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി കൊണ്ടുപോയത്. ഈ 2 കേസിലും SIT മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസങ്ങൾ പൂർത്തിയായി. അതായത് ഒക്ടോബർ 20-നാണ് മുരാരി ബാബു അറസ്റ്റിലാകുന്നത്. 90 ദിവസങ്ങൾ പൂർത്തിയായിട്ടും ഈ കേസിൽ SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പ്രതിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും റാന്നി ജൂറിസ്ഡിക്ഷനിൽ പ്രവേശിക്കരുത്, അതുപോലെ സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കരുത്, മാധ്യമങ്ങളെ കാണരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ. തുല്യ തുകയ്ക്കുള്ള ആൾ ജാമ്യം, അതൊക്കെ സാധാരണ പോലെ തന്നെ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കപ്പെടുകയാണ് എന്നതാണ്. നമുക്കറിയാം SIT ഈ കേസ് അന്വേഷിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയാം. അതായത് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിയോഗിച്ചിരിക്കുന്ന പത്തനംതിട്ട ജില്ലാ ജഡ്ജിയുടെ പദവി വഹിക്കുന്ന ആൾ സ്പെഷ്യൽ കമ്മീഷണറുടെ ചുമതല കൂടി വഹിക്കുകയാണ്. അദ്ദേഹമാണ് ഈ കേസിൽ തുടക്കത്തിൽ തന്നെ ഇടപെടുകയും ഈ വാതിൽപ്പാളി അടക്കമുള്ള, കട്ടളപ്പാളി അടക്കമുള്ള വസ്തുക്കൾ, സ്വർണം പൊതിഞ്ഞിരുന്നത് അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത് അനുവാദം കൂടാതെയാണ്, ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെയാണ് എന്ന വിവരം ആദ്യമായി ഹൈക്കോടതിയെ അറിയിക്കുന്നത് അദ്ദേഹമാണ്. അങ്ങനെ അത് ഹൈക്കോടതി ആ വിവരം അറിഞ്ഞ് സ്വമേധയാ എടുത്ത കേസിലാണ് മുരാരി ബാബു അടക്കമുള്ളവർ അറസ്റ്റിലായത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം കിട്ടി. പക്ഷേ ഈ പറഞ്ഞതുപോലെ മറ്റൊരു കേസിൽ ജാമ്യം കിട്ടാത്തത് കൊണ്ട് സമാനമായ കേസുകളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രതിയായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയാണ്. പക്ഷേ ഒരു കേസിൽ ജാമ്യം കിട്ടി, മറ്റൊരു കേസിൽ ജാമ്യം കിട്ടിയിട്ടില്ല. കാരണം 90 ദിവസം പൂർത്തിയായിട്ടില്ല. ആ 90 ദിവസം പൂർത്തിയാവുന്നത് പറഞ്ഞതുപോലെ ഫെബ്രുവരി 1-നാണ്. അത് കഴിഞ്ഞു മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ 2-ാമത്തെ കേസിൽ, ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2-ാമത്തെ കേസിൽ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും മുരാരി ബാബുവിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ 90 ദിവസം പൂർത്തിയാക്കി. ഇനിയും റിമാൻഡിൽ പാർപ്പിക്കാൻ കഴിയില്ല. സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് SITക്ക് ഈ ജാമ്യം നേടുന്നത് തടയാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് കുറ്റപത്രം കൃത്യമായി സമർപ്പിക്കാൻ കഴിഞ്ഞില്ല? തൊണ്ടി മുതലെങ്കിലും കണ്ടെടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജാമ്യം നേടാൻ മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കഴിയുമായിരുന്നോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ SITക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ടിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ വളരെ ശക്തമായി വാദിച്ചിട്ടും പ്രതിയുടെ സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹത കാണാതിരുന്നുകൂടാ എന്നാണ് കോടതി പറഞ്ഞത്. തീർച്ചയായിട്ടും കോടതിയുടെ നിലപാട് തന്നെയാണ് ശരി. കാരണം ഏതു പ്രതിക്കും 90 ദിവസം വരെ റിമാൻഡിൽ കഴിയാം. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിയെ റിമാൻഡിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശമുണ്ട്. അവർ 90 ദിവസം കഴിഞ്ഞും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് അവർക്ക് അർഹതയുണ്ട് എന്ന് പരമോന്നത നീതിപീഠം തന്നെ മുമ്പ് പല സന്ദർഭങ്ങളിലും വിധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ മുഖവിലേക്ക് എടുക്കാൻ ഇനി കോടതിക്ക് ഈ ഒരു കാരണം കൊണ്ട് കഴിയില്ല.
അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ തീർച്ചയായിട്ടും SIT ആണ് ഇനി ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. SITക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നാം അറിയേണ്ടത്. എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു? അത് ഒരു വിഷയം. അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്ന് നമുക്കറിയാം. അത് മറന്നുകൊണ്ടല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. SITയുടെ പരിമിതി നമുക്ക് അറിയാം. ഇനി ED ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്, എൻഫോഴ്സ്മെന്റ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ED പറയുന്നത്. അതിൻ്റെ പ്രാഥമിക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ED അവകാശപ്പെടുന്നു. അങ്ങനെ ED എടുത്ത കേസിൽ ഇവരെല്ലാവരും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആ കേസിൽ ഇവരെ ഇനി ED അറസ്റ്റ് ചെയ്യുമോ? മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒക്കെ ED അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ മുരാരി ബാബുവിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും നീതിപീഠം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. EDക്ക് ഈ 90 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ മുരാരി ബാബുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുമോ? വീണ്ടും റിമാൻഡ് അപേക്ഷയുമായിട്ട് കോടതിയിൽ ചെല്ലാൻ കഴിയുമോ എന്നത് ഒരു നിയമപ്രശ്നം തന്നെയാണ്. നിയമവിദഗ്ധരാണ് അതിന് ഉത്തരം പറയേണ്ടതും. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ED എടുത്ത കേസിൽ ഈ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമല്ല, ഇപ്പോൾ അറസ്റ്റിലായവരെ കൂടാതെ മറ്റു പലരും പ്രതികളാണ്. ഇവരെല്ലാം ചോദ്യം ചെയ്യാൻ ED പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. റിമാൻഡിൽ കഴിയുന്ന പലരെയും കോടതിയുടെ അനുവാദത്തോടുകൂടി ചോദ്യം ചെയ്യാനാണ് ED ഒരുങ്ങുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായാണ് അറിവ്. EDക്ക് തീർച്ചയായിട്ടും ഈ കേസിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും. ED ഒരേ സമയം കേരളത്തിനകത്തും പുറത്തുമായി 21 കേന്ദ്രങ്ങളിൽ റെയ്ഡ് ചെയ്തു. ആ തന്ത്രി കണ്ടക്ടർ രാജീവരുടെ വീട് ഒഴികെ ഉള്ള ബാക്കി എല്ലാ പ്രതികളുടെയും വീട്ടിൽ ED ചെല്ലുകയും പരിശോധന നടത്തുകയും ചെയ്തു. കേരളത്തിന് പുറത്ത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസും അതുപോലെ ബെല്ലാരിയിലെ റോദം ജുവല്ലറി ഉടമ ഗോവർദ്ധൻ്റെ ജുവല്ലറിയും വീടും ഒക്കെ ED പരിശോധിച്ചു. നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിൻ്റെ, അതുപോലെ N. വാസുവിൻ്റെ, അതുപോലെ KP ശങ്കർദാസിൻ്റെ ഒക്കെ വസതികളിൽ പരിശോധന നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ ചേർത്ത് വെച്ച് ED കൂടുതൽ വിശദമായ ആഴത്തിലേക്കുള്ള ഒരു അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ EDക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇപ്പോൾ നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായി പുതിയ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ED അറസ്റ്റുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങിയവരുടെ കാര്യം വീണ്ടും പരിങ്ങലിലാകും. അവർക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തരാതരം പോലെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തവരാണ് ദേവസ്വം ബോർഡിലെ ഈ ഉന്നത പദവികളിലിരുന്ന ഉദ്യോഗസ്ഥർ. അതുപോലെ തന്നെ തന്ത്രി, കണ്ഠരര്, രാജീവര്, ഇവരെല്ലാവരും ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. SITക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയായിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ എന്നാണ് എനിക്ക് തോന്നുന്നത്.